ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സേഫ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ് തുടങ്ങാൻ ഇന്നൊരു വീഡിയോയും ഇല്ല. അതായത് ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും വയനാട്ടിൽ നടന്ന ആ ഒരു സംഭവം. ഞാനായാൽ കൂടി ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. വീഡിയോ എടുക്കാൻ മനസ്സില്ല. ഓൾറെഡി എടുത്തു വെച്ച വീഡിയോസ് ഒരുപാടുണ്ട് ഗാലറിയിൽ. അത് ഇടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തുറക്കുമ്പോൾ ഫസ്റ്റ് എടുക്കുക ന്യൂസായിരിക്കും. ആ ന്യൂസ് കണ്ടാൽ പിന്നെ ആ വീഡിയോ ഇടാൻ തോന്നില്ല. പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു ചാനൽ എത്തിച്ചതല്ലേ, ചാനൽ ഡിമ്മായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഓൾറെഡി എടുത്തു വെച്ച കുക്കുമായിട്ടുള്ളൊരു ഡാൻസിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, അത് പോസ്റ്റ് ചെയ്തത്. അത് മാത്രമല്ല, ഞാനെന്ന് വെച്ചാൽ മെയിനായിട്ട് ഫുഡ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടാറ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു സംഭവം നടന്ന് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അപകടം നടന്നിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. സത്യം പറഞ്ഞാൽ ന്യൂസ് ചാനലൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് വിഷമം എന്നല്ല, അവരുടെ അവസ്ഥ ആലോചിക്കാൻ കൂടി വയ്യ സത്യത്തിൽ. കാരണം ഇത്രയും നാളും അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്ന ഉണ്ണിയോളും ഒറ്റ രാത്രി നേരം വെളുത്തപ്പോഴേക്കും അച്ഛനില്ല, അമ്മയില്ല. അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ട്, വൈഫില്ല, വൈഫുണ്ട്, ഹസ്ബൻഡ് ഇല്ല. അങ്ങനെ എന്താ പറയുക, ചിലരുടെ കല്യാണം, ആ ഒരു പ്രദേശം ആലോചിക്കാൻ വയ്യ. അവിടേക്ക് ഉരുണ്ട് വന്ന ഓരോ വലിയ വലിയ കല്ലുകളും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ചിലരുടെ ശരീരഭാഗങ്ങൾ മാത്രം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ സത്യമായിട്ടും അത് ആ ഒരു അവസ്ഥ ഇന്നലെ നാളെ നമുക്ക് വരുമെങ്കിൽ കൂടി അത് ആലോചിക്കാൻ കൂടി വയ്യ. അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. കാരണം അവരുടെ കൂടപ്പിറപ്പുകൾ, അവരുടെ ഇത്രയും കാലം സന്തോഷത്തിൽ ഒരുമിച്ച് ജീവിച്ചിരുന്ന ആ സന്തോഷകാലമൊന്നും ഇനി ഉണ്ടാവില്ല. അവരുടെ മനസ്സിലാകെ കൂടി ഉണ്ടാവുക എന്തായാലും ഈ ഒരു സംഭവം തന്നെയായിരിക്കും. അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി, പിന്നെ തിരിച്ചു കിട്ടില്ല. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്നത് അവരെ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാമെന്ന് മാത്രമാണ്. അവർക്ക് വേണ്ടി നമുക്ക് ആകെ കൂടി ചെയ്യാൻ പറ്റിയ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ, അറ്റ്ലീസ്റ്റ് ഒരു 100 രൂപയാണെങ്കിൽ അതുകൂടി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എങ്ങനെയാണോ എത്തിക്കാൻ പറ്റുക അങ്ങനെ എത്തിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ 100 പേര് 100 രൂപ വെച്ചെടുത്താലും അത്യാവശ്യം ചെറിയൊരു തുകയാണെങ്കിൽ കൂടി, അതിപ്പോൾ ചെറിയ തുക ആവാം. ഇപ്പം ഞാൻ കൊടുക്കുന്നതായാലും ചെറിയ തുകയാവും. പക്ഷേ ഇപ്പോൾ അവർക്കത് വലിയ തുകയാണ്. കാരണം എല്ലാം നഷ്ടപ്പെട്ടു, അവരുടെ കയ്യിൽ ഒന്നുമില്ല. ആകെ കൂടി ഇട്ട ഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വലിയൊരു തുക തന്നെയാണ്. ഞാൻ ഇത്ര കൊടുത്തു അല്ലെങ്കിൽ ഇത്രയും കൊടുക്കുന്നുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ കൊടുക്കുന്ന തുകയായാലും നിങ്ങൾ ഓരോരുത്തർ കൊടുക്കുന്ന തുകയായാലും അവർക്കത് വലിയൊരു തുകയാണ്. അപ്പോൾ പരമാവധി എല്ലാവരും അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. വേറെ പ്രത്യേകിച്ച് അതിനൊന്നും പറയാനില്ല. എനിക്കിങ്ങനെ എന്തോ പെട്ടെന്ന് ഇങ്ങനെ പറയണം തോന്നി. പരമാവധി എല്ലാവരും എന്താ പറയുക, അവനാരെക്കൊണ്ട് പറ്റുന്നത് എത്രയാണോ അത്ര കൊടുക്കുക. നാളെ നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരും ഉണ്ടാവില്ല. ഇതുപോലെ കുറച്ച് ജനങ്ങൾ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ.